ഹായ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഷോർട്ട് റൺ കോസ്റ്റിൻ്റെ ടൈപ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും സം ടോട്ടലാണ് ടോട്ടൽ കോസ്റ്റ് TC എന്ന് പറയുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആവറേജ് കോസ്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. അങ്ങനെ ടൈപ്സ് ഓഫ് കോസ്റ്റിൽ നമുക്ക് 7 എണ്ണം വരും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോന്നും മനസ്സിലാക്കി വെക്കാൻ. അപ്പോൾ നമുക്ക് ഷോർട്ട് റൺ കോസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴാകുമ്പോൾ കുറച്ചുകൂടെ നീക്കാൻ ഒരു ഫിഗർ കിട്ടും. ഓക്കെ, അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റ്. ഷോർട്ട് റൺ കോസ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2. ഷോർട്ട് റൺ കോസ്റ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ചുരുക്കിയാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, രണ്ടാമത്തേത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലേ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും സം ടോട്ടലാണ് എന്ന് പറയുന്നത് TC എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് TC. ഓക്കെ, അപ്പോൾ ഇതാണ് 3 കോസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. എങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രാം വരുന്ന കർവ്സ് വരുന്നത് എന്നുള്ളതും പറഞ്ഞല്ലേ. ഇനി TFC നമ്മൾ പ്രോഡക്റ്റ് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്നും ആവറേജ് പ്രോഡക്റ്റ് കാണുന്നതെന്ന് പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് ഓഫ് ടോട്ടൽ പ്രോഡക്റ്റ് ആണ് ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. അതേപോലെ ഇവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റിനെ നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് TFC is AFC. AFC കാണുന്നത് എങ്ങനെയാണ്? TFC by Q. AFC is equal to TFC by Q എന്നാണ് കാണുക. അപ്പോൾ TVC എന്തായിരിക്കും? TVC is the per unit of variable cost. Per unit of variable cost is TVC by Q എന്ന് പറയല്ലേ. is equal to AVC. TVC by Q എന്നാണ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റിനെ എഴുതുക. അപ്പോൾ TVC by Q. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? TFC divided by number of variable input is called AFC, and TVC divided by number of variable input is called AVC, average variable cost. അപ്പോൾ TC എന്തായിരിക്കും? TC എന്ന് പറയുന്നത് per unit of total cost. Total cost is called AVC. Sorry, AC, average cost. TC total കോസ്റ്റിൻ്റെ പെർ യൂണിറ്റിനെയാണ് AC എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് AC is equal to TC by Q. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു മാർജിനൽ കോസ്റ്റ് ആണ് പറയാനുള്ളത്. മാർജിനൽ കോസ്റ്റ് അടുത്ത ലാസ്റ്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് MC എന്ന് പറയും. MC എന്ന് പറയുന്നത് നെറ്റ് അഡീഷൻ ടു
ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനുണ്ടാവുന്ന, അതായത് ഓരോ നമ്പർ ഓഫ് വേരിയബിൾ ഇൻപുട്ടും ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ മാർജിനൽ പ്രോഡക്റ്റ് പഠിച്ചായിരുന്നല്ലോ, അതേപോലെ തന്നെയാണ്. അപ്പോൾ MCN ഈസ് ഈക്വൽ ടു, അതായത് nth യൂണിറ്റിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? TCN മൈനസ് TCN-1. For example, MC4 is equal to TC4 minus TC3. ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഏതാണ് 7 കോസ്റ്റ് ടേംസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഈ 7 കോസ്റ്റ് ടേംസിനെ നമ്മളിവിടെ ചുരുക്കി എഴുതുകയാണ്. ആദ്യം എന്താണ് പറഞ്ഞത്? TC ആണ് പറഞ്ഞല്ലേ. TC is equal to TFC പ്ലസ് TVC. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? TFC is equal to TC മൈനസ് TVC ആണല്ലേ. അതായത് ഈ ഒരു ഇക്വേഷനിൽ നിന്നും, മുകളിലത്തെ ഇക്വേഷനിൽ നിന്നും ഡിറൈവ്. ഇനി നേരെ മറിച്ച് എന്താണ്? TVC ആണെങ്കിലോ TVC is equal to നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? TC മൈനസ് TFC ആണ്. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്നും ആവറേജ് കോസ്റ്റുകളാണ് എഴുതേണ്ടത്. ആദ്യം ആവറേജ് കോസ്റ്റ് AC എഴുതാം. AC ഈസ് ഈക്വൽ ടു എന്താണ്? TC ബൈ Q ആണ്. ഇനി AFC ആണ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. AFC ഈസ് ഈക്വൽ ടു TFC ബൈ Q. ഇനി അടുത്ത മൂന്നാമത്തെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് AVC ആണല്ലേ. അപ്പോൾ AVC എന്ന് പറയുന്നത് TVC ബൈ Q ആണ്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത്, അവസാനത്തേത് എന്താണ്? MC ആണ്. MC ഈസ് ഈക്വൽ ടു MCN ആണ്. nth യൂണിറ്റിൻ്റെ MC കാണാൻ എന്ത് ചെയ്യണം? TCN മൈനസ് TCN-1. അപ്പോൾ ഇത്രയും ഫോർമുല നമ്മൾ മറക്കാതിരുന്നു കഴിഞ്ഞാൽ കോസ്റ്റിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, നന്നായി പഠിച്ചു വെക്കുക. താങ്ക് യു.